ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ട്രാവൽ ഓഫ് D&D. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കായ കോട്ടയം മാംഗോ മെഡോസിലാണ് ഗൈസ്. നമ്മളിവിടെ കയറാൻ പോവാണ്. നമ്മൾ കയറുന്ന എൻട്രൻസ് തന്നെ നല്ല ഭംഗിയായി മാംഗോ പിക്ചേഴ്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമാണ് ഗൈസ്. അത് റിയൽ ആണെന്ന് വരെ തോന്നും. പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പാർക്കിന്റെ ഔട്ട് സൈഡും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പാർക്കിന്റെ അകത്തും വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആണ് ടിക്കറ്റ് കൗണ്ടർ. പെർ ഹെഡ് 400 rupees ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അടുത്ത പാർക്കിന്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇവിടെ പാർക്കിന്റെ റൂൾസ് ഗൈഡ് ചെയ്ത് തരുന്നതാണ്. ഒരു കാര്യം ഓർത്തിരിക്കണം, നിങ്ങൾ ഫുഡ് പുറത്തുനിന്ന് അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ സാധാ പാർക്ക് പോലെ ഓൾമോസ്റ്റ് എല്ലാ റൈഡ്സും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാർക്കിന്റെ അകത്ത് ചായ, വട, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റുപ്പീസിന് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് കുട്ടവഞ്ചി, പെഡൽ ബോട്ടിങ്, സൈക്ലിങ്, പാർക്ക്, നോർമൽ പാർക്ക്, പൂൾ, ഇത്രയാണ് നമുക്ക് ഇവിടെ 400 rupeesന് അവൈലബിൾ. സൈഡിലായിട്ട് ചെറിയ തേയിലത്തോട്ടവും അതിന്റെ സൈഡില് ഒരു എയർ മാഡോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും മേളോട്ട് കയറി പോയപ്പോൾ അവിടെ എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ട് ആസ്വദിച്ചു ഗൈസ്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയത് വാട്ടർ വീൽ ഷെഡ് ആണ്. ഇവിടെ ഒരു പാർക്കിലും ഞാൻ ഈ വാട്ടർ വീൽ ഷെഡ് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെന്ന് പറയുന്നത് പണ്ട് കാലത്തെ നൊസ്റ്റാൾജിയാണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാരൻസിനും കുട്ടികൾക്കും പാർക്ക് ചുറ്റി കാണാവുന്നതാണ്. ഇത് ഫ്രീ ആണ്. ബുദ്ധിമുട്ടുള്ളവർക്ക് പാർക്ക് ചുറ്റി കാണാൻ ഓട്ടോറിക്ഷയും ട്രെയിനും അവൈലബിൾ ആണ്. പക്ഷേ ഇത് എക്സ്ട്രാ ചാർജ് ആണ്. ഫ്രീ ആയിട്ട് എത്ര നേരം വേണം യൂസ് ചെയ്യാം.
പാർക്കില് ആർച്ചറി, ഗൺ ഷൂട്ട് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഫ്രീ ആയിട്ട് 3 ടൈംസ് യൂസ് ചെയ്യാം. നമ്മൾ പോയത് ഫിഷ് ഫീഡിങ്ങിനാണ്. ഈ പാലത്തിന്റെ അറ്റത്ത് പോയിട്ട് നമുക്ക് ഫിഷ് ഫീഡ് ചെയ്യാവുന്നതാണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പെഡൽ ബോട്ടും ബാസ്കറ്റ് ബോട്ടും ആണ്. നമ്മൾ ചൂസ് ചെയ്തത് പെഡൽ ബോട്ടാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാലന്റൈൻസ് പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന്റെ നടക്ക് ഒരു ശിവഭഗവാനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പടിയിലൂടെ നമുക്ക് പോയി വെള്ളത്തിന്റെ നടക്ക് ശിവഭഗവാനെ നമുക്ക് തൊഴുവാവുന്നതാണ്. ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 10 o'clock ടു ഈവനിങ് 5 o'clock വരെയാണ്. എടുക്കാൻ പറ്റാത്ത 2-3 ലൊക്കേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്ലേ പോട്ടാണ്, പിന്നെന്ന് പറയുന്നത് വാച്ച് ടവർ ആണ്, മൂന്നെന്ന് പറയുന്നത് ചകിരി കൊണ്ടുണ്ടാക്കിയ കയറാണ് ഗൈസ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇത്രയും വീഡിയോ എടുത്തപ്പോൾ തന്നെ 4 മണിയായി ഗൈസ്. ഇവിടെ 5 മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് എവിടെ പോയാലും ഏത് പാർക്കിൽ പോയാലും എനിക്ക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് നല്ല ഇഷ്ടമാണ്. 4 മണി ആയതുകൊണ്ട് തന്നെ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണോണ്ട് ഞാൻ നേരെ പോയ സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. സ്വിമ്മിംഗ് പൂൾ ഇവിടെ 2 ടൈപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രൈവറ്റ് പൂളും, രണ്ടെന്ന് പറയുന്നത് പബ്ലിക് പൂളും ആണ്. പബ്ലിക് പൂളിന് ചാർജ് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. പ്രൈവറ്റ് പൂളിന് 1 hour ചാർജ് വരുന്നത് 100 rupees ആണ്. ഈ വെക്കേഷൻ അടിച്ചു പഠിക്കാനായിട്ട് നേരെ വിട്ടോ കോട്ടയം മാംഗോ മഡേഴ്സിലേക്ക്. അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.